അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ആണ്. നിങ്ങൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഓംസ് ലോ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ ആണ്. അപ്പോൾ എന്താണ് ഈ ഓംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. current flowing through a conductor is directly proportional to potential difference across the conductor when temperature and other physical condition remain constant. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ശരിക്ക് ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. Current flowing through a conductor is directly proportional to potential difference across the conductor when temperature and other physical conditions remains constant. സ്റ്റേറ്റ്മെന്റ് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങളതിൽ ഇതാണ് ഒരു കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം. കാരണം ബാറ്ററി എന്തുണ്ടാക്കും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും. ഇപ്പം ഞാനൊരു 5 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഞാനൊരു 5 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഈ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഉണ്ടാവില്ലേ? ഞാനത് 10 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തു, 20 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തു. എപ്പോഴും ഉണ്ടാവുന്ന കറണ്ട് സെയിം ആണോ? അല്ല. 5 വോൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് കിട്ടും. 10 വോൾട്ട് ആയി കഴിഞ്ഞാൽ ആ കറണ്ട് കൂടും, 20 വോൾട്ട് ആയി കഴിഞ്ഞാൽ ആ കറണ്ട് കൂടും. ദാറ്റ് മീൻസ് ആ കറണ്ടും വോൾട്ടേജും നമ്മുടെ റിലേഷൻ എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ ആ ബാറ്ററിന്റെ വോൾട്ടേജ് കൂട്ടുന്തോറും ആ കണ്ടക്ടറുടെ ഫ്ലോ ചെയ്യുന്ന ആരെ എമൗണ്ട് കൂടും? കറണ്ടിന്റെ എമൗണ്ട് കൂടും. ശരിയല്ലേ? അപ്പോൾ വി പ്രപ്പോർഷണൽ ടു എന്ത് കിട്ടും? ഐ കിട്ടും, അല്ലെങ്കിൽ ഐ പ്രപ്പോർഷണൽ ടു വി. ഇതാണ് ശരിക്കും ലോ പറയുന്നത്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിലൂടെ ഇപ്പം ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിക്കും. ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ മാറ്റിയാൽ ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യൂല. പിന്നെ അതേപോലെ തന്നെ അതർ ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ലെങ്ത് മാറ്റാൻ പാടില്ല, ഏരിയ ക്രോസ് സെക്ഷൻ മാറ്റാൻ പാടില്ല, ഈ മെറ്റീരിയലും മാറ്റാൻ പാടില്ല. ഇപ്പം ഇത് കോപ്പർ ആണെങ്കിൽ ത്രൂ ഔട്ട് കോപ്പർ. ഇയാളെ ലെങ്ത് എല്ലാണെങ്കിൽ ലെങ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല, മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ടെമ്പറേച്ചറും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതൊന്നും മാറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഏത് ലോ സാറ്റിസ്ഫൈ ഉള്ളൂ? ഓംസ് ലോ സാറ്റിസ്ഫൈ ഉള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ഐ പ്രപ്പോർഷൻ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? വി എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ കറണ്ട് ഫ്ലോവിംഗ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതാണ് ഓംസ് ലോ പറയുന്നത്. പക്ഷെ നമുക്ക് മാത്തമാറ്റിക്കലി ഇത്രയേ വരുന്നുള്ളൂ, ഐ പ്രപ്പോർഷണൽ ടു വി, അല്ലേ? അല്ലെങ്കിൽ വി പ്രപ്പോർഷണൽ ടു ഐ, അല്ലെ? ഐ പ്രപ്പോർഷൻ ടു വി ആണെങ്കിൽ വി പ്രപ്പോർഷൻ ടു ഐ. അപ്പോൾ നമുക്ക് പ്രപ്പോർഷണാലിറ്റി നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും, വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇതാണ് ഓംസ് ലോ പ്രകാരം വരുന്ന ടേം, വി ഈക്വൽ ടു ഐ ആർ. ഈ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പേരാണ് നമ്മൾ എന്തെന്ന് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ റീപ്ലേസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് ആർ. ആറിന് നമ്മൾ എന്തെന്ന് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഓംസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോം ചോദിച്ചാൽ വി ഈക്വൽ ടു എന്താണ്? ഐ ആർ. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ആർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. പറഞ്ഞ പേരെന്താണ്? റെസിസ്റ്റൻസ്. ഇനി ഞാൻ ഈ റെസിസ്റ്റൻസ് എന്താണെന്നാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? അതിന്റെ മീനിങ് ഞാൻ ഇവിടെ ഇതാ. property of a material which opposes the flow of current through it, which opposes the flow of current through it. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പം ഇതാണ് കോപ്പർ എന്ന് വിചാരിക്കും. ഈ കോപ്പർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇൻഹെറിൻറ്റഡ് ആയിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ റെസിസ്റ്റൻസ് എന്ന സംഭവം. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നൊന്നുമല്ല, ആ മെറ്റീരിയലിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്താണ്? ഇയാൾ കറണ്ടിന് ഒരിക്കലും സഹായിക്കില്ല, കറണ്ടിന് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പൊ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തുള്ള റെസിസ്റ്റൻസ് ഈ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ സഹായിക്കില്ല, അതിനവരെന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ
വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. മനസ്സിലാവും. അപ്പോൾ കറണ്ടിനെ ഒരിക്കലും സഹായിക്കുള്ള റെസിസ്റ്റൻസ് എന്തേ ചെയ്യുള്ളൂ? ഒപ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ. ശരിയല്ലേ? ദാറ്റ് മീൻസ് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് ആ റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയൽ എടുക്കാം. കാരണം റെസിസ്റ്റൻസ് കൂടിയ എന്താ പ്രശ്നം? അതിൻ്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിന് മാക്സിമം റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കണ്ടക്ടേഴ്സ് എടുക്കാനുള്ള കാരണം. പക്ഷേ കണ്ടക്ടേഴ്സിനും റെസിസ്റ്റൻസ് ഒരിക്കലും എന്തല്ല, സീറോ അല്ല. നമുക്ക് ആ വാല്യൂ മിനിമൈസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ മാത്തമാറ്റിക്കൽ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലെ. ഈക്വേഷൻ പ്രകാരം റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? വി ബൈ ഐ എഴുതാം. വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പോൾ ഇയാളെ എസ് ഐ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കൊരു പുതിയ ടേം കിട്ടിക്കഴിഞ്ഞാൽ എസ് ഐ യൂണിറ്റ് എന്താണ്? നമുക്ക് വോൾട്ട് പെർ ആംബിയർ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഓം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ആർ ഇസ് ഈക്വൽ വി ബൈ ഐ. വോൾട്ട് പെർ ആംബിയർ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് എപ്പോഴും ഓം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ക്ലിയർ? അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഇനി ഇയാളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ എപ്പോഴും ഡയമെൻഷൻ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ ഡയമെൻഷൻ അറിഞ്ഞിരിക്കാൻ കറണ്ട് ഡയമെൻഷൻ നിങ്ങൾക്ക് എ ആണ്. വോൾട്ടേജിൻ്റെ അറിയോ? ഇല്ല. അപ്പോൾ ഈ വി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. വി ഇത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വേറൊരു യൂണിറ്റിലാണ് വരുന്നത്. അത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ആണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ്. ഈ ഫോർമുല നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ രണ്ടാമത്തെ ഒരു യൂണിറ്റ് ഉണ്ട്, അതിൽ പഠിക്കും. അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ്, വർക്ക് ml² t⁻⁻² ഡിവൈഡിങ് ബൈ ചാർജ് AT വരും. ചാർജ് AT വരും. ക്ലിയർ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ml² എന്ത് കിട്ടും? t⁻³ a⁻⁻1. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളി. ഇതാണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡയമെൻഷൻ. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ്. അപ്പോൾ നമ്മൾ ml² t⁻³ a⁻⁻1 ഇതാണ് സാധാരണ വിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കുന്ന ആരുടെ ഡയമെൻഷൻ ആണ്? റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആർ ഇസ് ഈക്വൽ ടു വി നമുക്ക് കിട്ടി. എന്താണ് വി? ml² t⁻³ a⁻⁻1 ഡിവൈഡിങ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എഗെയിൻ എ വരും. അപ്പോൾ ആ എ മുകളിലോട്ട് പോകും. അപ്പോൾ ഇയാളുടെ ഡയമെൻഷൻ എന്താ കിട്ടുക? ഇയാളുടെ ഡയമെൻഷൻ ml² t⁻³ a⁻⁻2. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ എസ് യൂണിറ്റ് ഓം ഉപയോഗിക്കാറുണ്ട്. ഡയമെൻഷൻ ml² t⁻³ a⁻⁻2. ക്ലിയർ? ഇനി നമ്മുടെ സാധനം ഡെഫിനിഷൻ ഓഫ് ഓം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെഫിനിഷൻ ഓഫ് ഓം. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ ഓഫ് ആംപിയർ പറഞ്ഞു. അതേപോലെ ഞാൻ ഇനി അടുത്ത് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഓം ആണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഓഫ് ഓം എന്ന് പറഞ്ഞാൽ 1 ഓം ഈക്വൽ ടു എന്ത് വരും? 1 വോൾട്ട് ഡിവൈഡിങ് ബൈ 1 ആംപിയർ. ശരിയല്ലേ? അപ്പോൾ നിങ്ങളടുത്ത് ഒരു കണ്ടക്ടർ ഉണ്ട് വിചാരിക്കുക. ഈ കണ്ടക്ടറിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ഓം ആയിരിക്കും. അപ്പോൾ 1 ഓമിന്റെ ഡെഫിനിഷൻ എന്താണ്? The current flowing through a conductor is 1 ampere and its potential difference is 1 volt. Then the resistance of the conductor is 1 ohm. Clear? സിമ്പിൾ ആണ്. 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ അകത്ത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും? 1 ഓം ഉണ്ടായിരിക്കും. ക്ലിയർ? ഇതിനെ നമ്മൾ ഡെഫിനേഷൻ ഓഫ് ഓം എന്ന് പറയുക. ഇത് പഠിച്ചാൽ മതി എളുപ്പത്തിൽ. ക്ലിയർ? ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി, ഡയമെൻഷനൊക്കെ കിട്ടി. ഇനി ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓംസ് ലോ പ്രകാരം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വി എടുത്തു, ഇവിടെ ഞാൻ ഐ എടുത്തു വിചാരിക്കുക. വിയും ഐയും എന്താണ് പറയുന്നത്? വി പ്രപ്പോർഷണൽ ടു ഐ ആണ്. വി പ്രപ്പോർഷണൽ ടു ഐ. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ലീനിയർ ആയിരിക്കും അല്ലേ? ഗ്രാഫിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. വിയും ഐയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ലീനിയർ ആണ് കിട്ടുക. നിങ്ങൾ തിരിച്ച് ഐയും വിയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാലോ? ഇവിടെ ഐയും ഇവിടെ വിയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ എന്ത് തന്നെ കിട്ടുക? ലീനിയർ ആണ് കിട്ടുക. 1 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ പറ്റും. സ്ലോപ്പ് കാണലും ടാൻ തീറ്റ കാണലൊക്കെ ഒന്ന് തന്നെയല്ലേ? സ്ലോപ്പ് കാണലും അതേപോലെ തന്നെ ടാൻ തീറ്റ കാണാൻ മീനിങ് സെയിം അല്ലേ? അപ്പോൾ ഈ ഗ്രാഫിന് എന്ത് വരും? സ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു
ടാൻ തീറ്റ ഈസ് നത്തിങ് ബട്ട് v ബൈ ഐ വരും. കാരണം സ്ലോപ്പ് ആണെങ്കിൽ y ബൈ എക്സ് ആണ്. y ആക്സിൽ v, എക്സ് ആക്സിൽ i. v ബൈ ഐ നിങ്ങൾക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. ശരിയല്ലേ? ഇനി ഇവിടെ സ്ലോപ്പ് ഉണ്ടല്ലോ രണ്ടാമത്തെ ഗ്രാഫിൽ. സ്ലോപ്പ് is equal to ടാൻ തീറ്റ ഈക്വൽ ഐ ബൈ വി. ശ്രദ്ധിക്കണം, കാരണം y ബൈ എക്സ് ആണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ y കോർഡിനേറ്റ് നോക്കുക i, x കോർഡിനേറ്റ് v. i ബൈ v ആരായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കില്ല, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ ഓംസ് ലോ പ്രകാരം ഒരു വിന്റെയും ഐന്റെയും ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എപ്പോഴും ലീനിയർ ആയിരിക്കും. ക്ലിയർ? പക്ഷെ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ അതേപോലെ തന്നെ അതർ ഫിസിക്കൽ കണ്ടീഷൻസ് റിമെയിൻസ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ക്ലിയർ? ഇനി നമ്മൾ ഈ ഓംസ് ലോ പ്രകാരം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഓമിക് സബ്സ്റ്റൻസ് പറയുന്നുണ്ട്. ഓമിക് സബ്സ്റ്റൻസ്. അതേപോലെ തന്നെ അടുത്തത് നോൺ ഓമിക് സബ്സ്റ്റൻസും പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓമിക് സബ്സ്റ്റൻസും നോൺ ഓമിക് സബ്സ്റ്റൻസും. ഈ ഓമിക് സബ്സ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഒബേ ഓംസ് ലോ. ഇതെന്താണ്? മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. അപ്പോ ചില മെറ്റീരിയൽ, ഇപ്പൊ എല്ലാ മെറ്റീരിയലും റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ പണ്ട് ഹുക്സ് ലോ പഠിച്ച സമയത്ത് ഇലാസ്റ്റോമർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചില മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, ചില മെറ്റീരിയൽ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല, പക്ഷെ ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഓമിക് സബ്സ്റ്റൻസും നോൺ ഓമിക് സബ്സ്റ്റൻസും. ഇപ്പം നിങ്ങൾ ഏത് മെറ്റീരിയൽ എടുത്താലും, അത് ഇൻസുലേറ്റർ ആയിക്കോട്ടെ, കണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ, ആ മെറ്റീരിയലിൻ്റെ അകത്ത് സ്വന്തമായിട്ടൊക്കെ എന്തുണ്ട്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലിയർ? പക്ഷെ എല്ലാ മെറ്റീരിയലും എന്ത് ഒബേ ചെയ്തോളുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്തോളുന്നില്ല. അതിൻ്റെ അർത്ഥം ചില മെറ്റീരിയൽ എന്ത് ചെയ്യും? ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് വിചാരിക്കുക. അപ്പൊ അവരെയാണ് നമ്മൾ എന്താ പറയുക? ഓമിക് സബ്സ്റ്റൻസ്. അപ്പൊ അവരെ ഗ്രാഫ് എപ്പോഴും വരച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഐയും വിയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ലീനിയറേ കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന, ഇപ്പോൾ എക്സാമ്പിൾ മെറ്റൽസ്, നമ്മൾ ചില മെറ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റൽസിൻ്റെയൊക്കെ ഓംസ് ലോ ഐ വേഴ്സസ് വിന്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ആരായിരിക്കും? ലീനിയർ ആയിരിക്കും അല്ലേ? അതിൻ്റെ അർത്ഥം അവർ എന്തോ ഒബേ ചെയ്യുന്നുണ്ട്? അവർക്ക് റെസിസ്റ്റൻസും ഉണ്ട്, ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില മെറ്റീരിയൽ, ഇപ്പം നോൺ ഓമിക്കിന് എക്സാമ്പിൾ പറയുന്ന ഒന്ന് ഡയോഡ്, അതേപോലെ തന്നെ ഗാലിയം ആഴ്സനൈഡ് എന്നുള്ള സംഭവമൊക്കെ. ഡയോഡൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് സെമി കണ്ടക്ടറിൽ. ഡയോഡൊക്കെ ഒരു സെമി കണ്ടക്ടറാണ്, ഗാലിയം ആഴ്സനൈഡൊക്കെ ഒരു സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇവരെ ഗ്രാഫൊക്കെ എന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ഐ വി ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടൂല? ഒരു ലീനിയർ കിട്ടൂല, അതിന് വരെ നോൺ ലീനിയർ കിട്ടും. കറണ്ട് വോൾട്ടേജ് ഒരേപോലെ, ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഓംസ് ലോ ഒബേ ചെയ്താലാണ് നിങ്ങൾക്ക് ലീനിയർ ഗ്രാഫ് കിട്ടുക. ഇയാൾ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, അപ്പം നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും. അതിന് എക്സാമ്പിൾ മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒന്ന് ഡയോഡാണ്, ഒന്ന് ഗാലിയം ആഴ്സനൈഡ് എന്നുള്ള സംഭവമാണ്. ഈ ഡയോഡിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ, ഈ ഐ വി ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ആ ഗ്രാഫ് കിട്ടുന്നത്. ഇതാണ് ശരിക്ക് ഡയോഡിൻ്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് വരുന്നത്. അതേപോലെ തന്നെ ഗാലിയം ആഴ്സനൈഡിൻ്റെ ഐ വി ഗ്രാഫ് വരച്ചാൽ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഈ രണ്ട് ഗ്രാഫും എന്തല്ല? ഗ്രാഫും ലീനിയർ അല്ല. എങ്ങനെയാണ് വരുന്നത്? ഇവർ നോൺ ലീനിയർ ആയിട്ടാണ് വരുന്നത്. നോൺ ലീനിയർ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്. ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് ആൻഡ് ഗാലിയം ആഴ്സനൈഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓംസ് ലോനെ നമ്മൾ ഒരിക്കലും നോട്ട് എ യൂണിവേഴ്സൽ ലോ എന്ന് പറയും. അപ്പോൾ ഓംസ് ലോ ഒരിക്കലും എന്തല്ല? ഓംസ് ലോ നോട്ട് എ യൂണിവേഴ്സൽ ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓംസ് ലോനെ നമ്മൾ ഒരിക്കലും യൂണിവേഴ്സൽ ലോ അല്ല എന്ന് പറയാനുള്ള കാരണം. കാരണം യൂണിവേഴ്സൽ ലോ ആവണമെങ്കിൽ എല്ലാ മെറ്റീരിയലും ഒബേ ചെയ്യുന്നതാണ്. ഇത് എല്ലാ മെറ്റീരിയലും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓംസ് ലോ ഒരിക്കലും എന്തല്ല? ഒരു യൂണിവേഴ്സൽ ലോ അല്ല. അപ്പം ഇതാണ് ഓംസ് ലോ പറഞ്ഞത്. അപ്പം ഈ ഓംസ് ലോ പ്രകാരം നമുക്ക് എന്ത് കിട്ടി? ഒരു പുതിയൊരു ടേം കിട്ടി. ആ ടേമിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു അല്ലേ? പുതിയൊരു ടേം കിട്ടി. ആ ടേമിനെ നമ്മൾ എന്ത് പറഞ്ഞത്? റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് എന്താ വെച്ചാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്.
അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്? അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ ആണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചറും അതർ ഫിസിക്കൽ കണ്ടീഷൻസും. നമ്മൾ അതർ ഫിസിക്കൽ കണ്ടീഷൻസ് അടുത്താണ് പറയുന്നത്. ആദ്യം ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവർ പറയും, നമുക്ക് പറയാം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് RT equal to R0 into 1 plus alpha t, അല്ലെങ്കിൽ RT equal to R0 into 1 plus alpha delta t. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമുക്ക് ആ ഫോർമുലയുടെ ഡെറിവേഷൻ പഠിക്കാനില്ല, ആ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ടെമ്പറേച്ചർ മാറ്റിയാൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് മാറുക എന്നുള്ളത് അത് പറയുന്നത് RT ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ R0 എന്ന് പറയുന്നത് ഒറിജിനൽ റെസിസ്റ്റൻസ്. ശരിക്കും നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ്, കാരണം എല്ലാ സ്ഥലത്തും 0 അല്ല. നമ്മളെ റൂം ടെമ്പറേച്ചർ ഒക്കെ 27 ആണ്, പക്ഷെ നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റൻസ് നോക്കിയിട്ട് ചില സ്ഥലത്ത് അത് നെഗറ്റീവ് ഒക്കെ വരാം അല്ലെ, പോളാർ റീജിയനൊക്കെ. നമ്മൾ R0 നമ്മൾ എപ്പോഴും എന്താ എടുക്കാറ്? ക്വസ്റ്റ്യനിൽ ഒറിജിനൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് എടുക്കുക R0. ചിലപ്പോൾ അവർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾ എന്തെടുത്താൽ മതി? R0. അത് കൺവീനിയൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇനി RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ് ആണ്. റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് നമ്മൾ ആൽഫ ബീറ്റ ഗാമ നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ. അപ്പോൾ അതേപോലെ വരുന്നൊരു ടേമാണ്. ഇയാളെ യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് ഓർ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ്. കെൽവിൻ ഇൻവേഴ്സ് ഓർ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ്. കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് വരിക. അപ്പോൾ നമ്മൾ കെൽവിനിൽ എഴുതിയാലും സെൽഷ്യസിൽ എഴുതിയാലും സെയിം ആണ്. അപ്പോൾ ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, അയാളുടെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. പിന്നെ ടി ഓർ ഡെൽറ്റ ടി അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഈ ഫോമിൽ എഴുതാനുള്ള കാരണം ബുക്കിൽ ടി എഴുതിയിട്ടുള്ളൂ, പക്ഷെ അത് ഡെൽറ്റ ടി ആണ് ശരിക്കും. കാരണം ചേഞ്ചിന് വരെ ടി എഴുതാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു ടെമ്പറേച്ചർ എപ്പോഴും 0 ആയിരിക്കും. ഇപ്പം എനിക്ക് കണ്ടുപിടിക്കണം, ഇപ്പോൾ R0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കുക. RT എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തെടുക്കും? 100 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു R0 ഒറിജിനൽ. ഇപ്പോൾ ഒറിജിനൽ അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒറിജിനൽ വാല്യൂ ഇവിടെ എഴുതാം. 1 പ്ലസ് ആൽഫ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും കോൺസ്റ്റന്റ്. പിന്നെ ടി നിങ്ങൾ എന്തെടുക്കണം? ഒന്നുകിൽ 100 മൈനസ് 0 എടുക്കണം. 100 മൈനസ് 0 എന്നാൽ 100 തന്നെ വരാം. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ ടിക്ക് വരാൻ ടി എടുക്കാനുള്ള കാരണം. ടി എടുത്താലും ഡെൽറ്റ ടി എടുത്താലും സെയിം ആണ്. ക്ലിയർ? കാരണം ഒരു വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. 100 മൈനസ് 0 അല്ലെങ്കിൽ 200 മൈനസ് 0 ആണ് ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ ഇല്ല, റിലേഷനെ പഠിക്കാനുള്ളൂ. RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുന്ന അർത്ഥം. നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഇനി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ടെമ്പറേച്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ, ഞാനൊരു കണ്ടക്ടറിലാണ് പറയുന്നത്, കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ആര് കൂടും? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതാണ് RT. R0 അയാൾ ഒറിജിനൽ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. പിന്നെ 1 പ്ലസ് ആൽഫ ടി. ആൽഫ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. പിന്നെ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് എടുക്കാം. കാരണം 0 എന്ന് കുറയ്ക്കുന്നതുകൊണ്ടാണ് അത് ടി എന്ന് എടുക്കാനുള്ള കാരണം. ക്ലിയർ? ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വെക്കുക അറ്റ് T1 ഡിഗ്രി സെൽഷ്യസ്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ ന്യൂമറിക്കൽസ് ചെയ്യാനാണ് പറയുന്നത്. സാധാരണ ഒറിജിനലൊക്കെ തന്നു കഴിഞ്ഞാൽ ഈ ഫോമിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി. ചിലപ്പോൾ അവർ എന്ത് ചെയ്യുക വെച്ചാൽ ആ T1 ഡിഗ്രി സെൽഷ്യസിൽ R1 ആണ് വിചാരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ RTക്ക് ഒരു R1 വന്നു. അപ്പോൾ ആദ്യത്തെ ഫോമിൽ നിങ്ങൾ എന്ത് എഴുതും? R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T1. ക്ലിയർ? ഇത് ഇക്വേഷൻ 1. അതിൻ്റെ അർത്ഥം എന്താണ്? T1 ഇപ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ഒരു 100 ഓം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 100 എഴുതും. R1 ഇസ് ഈക്വൽ ടു, അപ്പോൾ അറ്റ് T1 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ് ആര്?
R1. ക്ലിയർ? അതേപോലെ തന്നെ അറ്റ് T2 ഡിഗ്രി സെൽഷ്യസ് ആ സമയത്തെ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ R2 എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ഫോമിൽ എന്ത് എഴുതും? R2 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T2 ഇക്വേഷൻ 2. അപ്പോൾ രണ്ട് ടെമ്പറേച്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ജസ്റ്റ് ഒറിജിനൽ തന്നിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ അവർ എന്ത് പറയുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത്രയാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇതൊന്നും ഒറിജിനൽ അല്ല. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ വെച്ച് എഴുതുമ്പോൾ എന്ത് വരും? R1 = R0. കാരണം ഏത് ടെമ്പറേച്ചറായാലും ഒറിജിനൽ സെയിം ആവുമല്ലോ. R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T1. ഇനി അടുത്തത് അവർ കേസ് പറഞ്ഞാൽ വേറൊരു ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് R2 എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് എഴുതും? R2 = R0 ഇൻറ്റു അഗെയിൻ 1 പ്ലസ് ആൽഫ T2. ഈ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യേണ്ടി വരും. സോൾവ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ ഈ 1 and 2 അത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. 1 and 2 നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ R0 പോവും. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉണ്ട്. R2 മൈനസ് R1 ഡിവൈഡിങ് ബൈ R1 T2 മൈനസ് R2 T1 ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആൽഫ R2 മൈനസ് R1 ഡിവൈഡിങ് ബൈ R1 T2 മൈനസ് R2 T1. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ കേസസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് വരും? 0 അല്ലാണ്ട് വേറെ രണ്ട് ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് വരും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ചില ക്വസ്റ്റ്യൻ എന്ത് തരും? ഒറിജിനലൊക്കെ തരും. ഒറിജിനലൊക്കെ തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് വെച്ച് ചെയ്താൽ മതി. കറക്റ്റ്. ഇപ്പം ഇതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ടെമ്പറേച്ചർ മാറ്റിയാൽ റെസിസ്റ്റൻസ് മാറും. അതാണ് ഈ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട് ആ ലോല്. അതൊന്ന് ലെങ്ത്ത്, അതേപോലെ തന്നെ എന്താണ് ഏരിയ, ക്രോസ് സെക്ഷൻ, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്തത് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ രണ്ടാമത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് തന്നെ. അതിൽ എ ആണെന്ത്? ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ L. അതേപോലെ തന്നെ അതിൽ ബി ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എ. മൂന്നാമത്താണ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ടെമ്പറേച്ചർ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന്. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇതാണ് കണ്ടക്ടർ എങ്കിൽ ഇയാളെ ലെങ്ത് മാറ്റിയാൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ഏരിയ ക്രോസ് സെക്ഷൻ മാറ്റിയാൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? കോപ്പറിന് വരെ സിൽവറോ അലുമിനിയോ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് ലെങ്ത് കൂടിയാൽ ആര് കൂടുന്ന പറഞ്ഞത്? റെസിസ്റ്റൻസ് കൂടും. അതേപോലെ തന്നെ ആർ പ്രപ്പോർഷണൽ ടു 1/a. പക്ഷേ ഏരിയക്ക് ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി ആണ്. ദാറ്റ് മീൻസ് ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. പിന്നെ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ നമുക്കൊരു ഫോർമുലയായിട്ട് പറയാൻ പറ്റില്ല, കാരണം അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഇത് രണ്ടുമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ? അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു ട്രാഫിക് ജാം ആണെന്ന് വിചാരിക്കുക. ഒരൊറ്റ സിംഗിൾ ലൈനേ ഉള്ളൂ. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൊരു 50 വണ്ടികളുണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ 50 വണ്ടി 100 ആയി, കുറച്ച് കഴിയുമ്പോൾ 150 ആയി. അപ്പോൾ ആ ലെങ്ത് എന്ത് ചെയ്യണം? കൂടുകയാണോ കുറയണോ? കൂടുകയാണ്. കാരണം 50 100 ആയി, 150 ആയി, 200 ആയി, കൂടി വരികയാണ്. കൂടി വരുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയില്ലേ? വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് മീൻസ് ലെങ്ത് കൂടിയപ്പോൾ ആര് കൂടി? അവിടുത്തെ ഒപ്പോസിഷൻ കൂടി, റെസിസ്റ്റൻസ് കൂടി. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഒരു കണ്ടക്ടറുടെ ലെങ്ത് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും. ക്ലിയർ? ഇനി അടുത്തത് ഏരിയനെ ഞാൻ പറഞ്ഞു ഡയറക്റ്റ്ലി അല്ല, ഇൻവേഴ്സ്ലി ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ആദ്യം 100 വണ്ടികളുണ്ടെന്ന് വിചാരിക്കുക. 100 വണ്ടികൾക്ക് പോകാൻ ഒറ്റ ലൈനേ ഉള്ളൂ. തൊട്ട് ഇപ്പുറത്തെ ലൈനും കൂടി ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആദ്യം 100 വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? ഈ ലൈന് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പുറത്തെ ലൈനും കൂടി ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എന്തായി? വീതി കൂടി. വീതി കൂടി മീൻസ് ഏരിയ ക്രോസ് സെക്ഷൻ കൂടി. അപ്പോൾ കുറച്ച് വണ്ടികൾക്ക് ഇതിലേ പോയിക്കൂടെ? 100 വണ്ടികൾ 50-ന് ഇതിലും പോവാം, 50 ആൾക്ക് ഇതിലും പോവാം. ദാറ്റ് മീൻസ് ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയപ്പോൾ അവർ ഒപ്പോസിഷൻ കൂടിയോ കുറഞ്ഞോ? ഒപ്പോസിഷൻ കുറഞ്ഞു. കാരണം 50 വണ്ടികൾ ഇതിലെ പോയി, 50 വണ്ടി ഇതിലെ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും വയറിൻ്റെ കേസിലും ഏരിയ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്താൽ ആര് കുറയും? റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ എഴുതാം? ആർ പ്രപ്പോർഷണൽ ടു L/a. ശരിയല്ലേ? അപ്പോൾ ഈ പ്രപ്പോർഷനാലിറ്റി നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, R = ρL/a എന്ന് പറയും. R = ρL/a. ഈ റോനെ നമ്മൾ സാധാരണ
റെസിസ്റ്റിവിറ്റി എന്ന് പറയും. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ അതിനെ പറഞ്ഞ വേറൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പുതിയ കോൺസ്റ്റന്റ് കിട്ടി, നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷൻ മാറുമ്പോൾ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. R is equal to rho L by A. ആ റോനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 3 ഫാക്ടേഴ്സ് വന്നു, ലെങ്ത് വന്നു, ഏരിയ ക്രോസ് സെക്ഷൻ വന്നു, റോ വന്നു. കാരണം കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും, അലുമിനിയത്തിന് വേറെ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നാച്ചർ ഓഫ് ദ മെറ്റീരിയലും വന്നു. ക്ലിയർ? അപ്പോൾ R is equal to rho L by A. അപ്പോൾ ഈ റോ എന്ന് പറഞ്ഞാൽ പുതിയ ടേം കിട്ടി, റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇയാളെ SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? SI യൂണിറ്റീസ് റെസിസ്റ്റിവിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റോക്ക് എന്താ ഫോർമുല വരിക? റോ ഇസ് ഈക്വൽ ടു RA by L വരും അല്ലേ? റോ ഇസ് ഈക്വൽ ടു RA by L. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ഓം ആണ്. ശരിയല്ലേ? ഇനി ഈ എന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ വരും. ശരിയല്ലേ? അപ്പൊ മീറ്റർ സ്ക്വയർ ക്യാൻസൽ ആയി എന്ത് കിട്ടും? ഓം മീറ്റർ കിട്ടും. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ക്ലിയർ? പിന്നെ അതേപോലെ ഇയാളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി റെസിസ്റ്റൻസിന് ഒരു ഡയമെൻഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ആ ഡയമെൻഷൻ്റെ കൂടെ ഇൻറ്റു L ചെയ്താൽ മതി. റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കുക, നേരത്തെ നിങ്ങൾക്ക് റെസിസ്റ്റൻസിന് ഡയമെൻഷൻ കിട്ടില്ലേ? M ഒക്കെ വെച്ച് നമ്മളൊരു ഡയമെൻഷൻ മാറ്റുന്ന ആംബിയർ ഒക്കെ വെച്ച് അതിൽ എന്ത് ചെയ്യുക? ഇൻറ്റു എല്ലും കൂടി ചെയ്താൽ. കാരണം ഓം മീറ്റർ ഇൻറ്റു എല്ലും കൂടി വന്നു കഴിഞ്ഞാൽ ആരുടെ ഡയമെൻഷനായി? റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷനായി. ക്ലിയർ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടും അല്ലേ? കാരണം ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സാധാരണ ഈ കണ്ടക്ടേഴ്സിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിൻ്റെ റോ വാല്യൂ മിനിമായിരിക്കും. ഇൻസുലേറ്റേഴ്സിൻ്റെ റോ വാല്യൂ മാക്സിമം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി മിനിമായിരിക്കും, സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസും മിനിമായിരിക്കും. ഈസി ആയിട്ട് ആർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും? കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻസുലേറ്റേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസും മാക്സിമം ആയിരിക്കും, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റൂല. ക്ലിയർ? അപ്പോൾ പുതിയൊരു ടേം കിട്ടിയ ആ ടേമിന് നമ്മളെന്താ പറയുക? റോ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, ഓംസ് ലോ പ്രകാരമാണ് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ? ഓംസ് ലോക്ക് ശേഷം ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷനൊക്കെ മാറ്റിയപ്പോൾ റെസിസ്റ്റൻസ് മാറി, പക്ഷെ പുതിയൊരു ടേം കിട്ടും, അതിനെയാണ് റെസിസ്റ്റിവിറ്റി ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പം ഇതാണ് നിങ്ങളൊരു കോപ്പർ വയറിനെയാക്കി, ഈ കോപ്പറിന് സെർട്ടൈൻ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഈ കോപ്പർ ഞാൻ വലിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലെങ്ത് എന്ത് ചെയ്തു? ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് മാറി, ഏരിയ ക്രോസ് സെക്ഷൻ കുറഞ്ഞു. കാരണം വലിച്ചു കഴിഞ്ഞാൽ തിന്നറാവും. ഏരിയ ക്രോസ് സെക്ഷൻ കുറഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ക്ലിയർ? പക്ഷേ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊരു കോപ്പർ വയർ ഉണ്ടെങ്കിൽ ആ കോപ്പർ വയർ വടിച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസേ മാറുള്ളൂ. ആര് മാറൂല? റെസിസ്റ്റിവിറ്റി മാറില്ല. റെസിസ്റ്റിവിറ്റി മാറ്റണമെങ്കിൽ നിങ്ങൾ ആരെ മാറ്റണം? ടെമ്പറേച്ചർ മാറ്റണം, അല്ലെങ്കിൽ മെറ്റീരിയൽ മാറ്റണം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ കിട്ടിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ റെസിസ്റ്റിവിറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി വെച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയും സ്ട്രെച്ചിങ് എ വയർ എന്ന് പറയും. സ്ട്രെച്ചിങ് എ വയർ, ദാറ്റ് മീൻസ് ഒരു വയർ പിടിച്ച് നിങ്ങൾ വലിക്കുക. അപ്പോൾ വയർ പിടിച്ച് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലെങ്ത് കൂടും. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ലെങ്ത് മാത്രം കൂടിയെന്നേ പറയുള്ളൂ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം ലെങ്ത് മാറിയാൽ സ്വാഭാവികമായിട്ട് ഏരിയ ക്രോസ് സെക്ഷൻ മാറും. പല ക്വസ്റ്റ്യൻ എന്ത് ചെയ്യൂല? ഏരിയ ക്രോസ് സെക്ഷൻ മാറുന്ന കാര്യം പറയില്ല. ലെങ്ത് 2 times ആയി, 3 times ആയി എന്നൊക്കെ പറയും. അപ്പം ലെങ്ത് 2 times 3 times ഒക്കെ ആയാൽ സ്വാഭാവികമായിട്ട് ആരും മാറുന്നുണ്ട്? ഏരിയ ക്രോസ് സെക്ഷനും മാറുന്നുണ്ട്. അപ്പോൾ ലെങ്ത് നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏരിയ ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ലെങ്ത് കൂടുകയാണ്, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും ചെയ്യും. അപ്പോൾ ഇതാണ് സാധാരണ സംഭവിക്കുക അല്ലേ? ഒരു വയറൊക്കെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പക്ഷെ റോ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ? ആ മെറ്റീരിയൽ നിങ്ങൾ മാറ്റുന്നില്ല. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ കുറയും, റെസിസ്റ്റൻസ് കൂടും, റോ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും ക്വസ്റ്റ്യനിൽ. കണ്ടുപിടിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ വയർ സ്ട്രെച്ച് ചെയ്താലും ശരി ചെയ്തിട്ടില്ലെങ്കിലും ശരി വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം വോളിയം എന്ന് പറയുന്നത് V = ഏരിയ × ലെങ്ത് ആണ് അല്ലേ? πr²h.
ഏരിയ ഇൻറ്റു ലെങ്ത്. ഇപ്പോൾ ഏരിയ കുറഞ്ഞു, ലെങ്ത് കൂടി, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ലെങ്ത് കൂടിയ പോലെ തന്നെ ഏരിയ കുറഞ്ഞും ചെയ്ത്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകുമ്പോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, A', L'. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബ്ലത്തിൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം R = ρL/A, ഇക്വേഷൻ 1. അടുത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R' ρ ഒരിക്കലും മാറൂല. Lന് വരെ L' എടുക്കുക, Aക്ക് വരെ A' എടുക്കുക, എന്നിട്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R' കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ Lഉം L' നമ്മളെ റിലേഷൻ നമുക്ക് ഈ ഇത് വെച്ച് കിട്ടും. എയും A' നമ്മളെ റിലേഷൻ ഈ ഇക്വേഷൻ വെച്ച് കിട്ടും. ക്ലിയർ? ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു പുതിയൊരു കോൺസ്റ്റന്റ് കിട്ടി, റെസിസ്റ്റിവിറ്റി. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു ടേം ആണ് കണ്ടക്റ്റൻസ്. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ഒരു ടേം ആണ് കണ്ടക്റ്റൻസ്. അതിന് നമ്മൾ സാധാരണ ക്യാപിറ്റൽ G ആണ് സിമ്പൽ. അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്, കണ്ടക്ടിവിറ്റി. അതിൻ്റെ സിമ്പൽ സിഗ്മയാണ്. ശ്രദ്ധിക്കുക, രണ്ട് ടേം വരും. കണ്ടക്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് ആരാണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്ടിവിറ്റി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. കാരണം നമ്മൾ റെസിസ്റ്റൻസും പഠിച്ചു, റെസിസ്റ്റിവിറ്റിയും പഠിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ടക്റ്റൻസിന് നമുക്ക് എന്ത് എഴുതാം? മീൻസ് ക്യാപിറ്റൽ G = 1/R ആണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? കണ്ടക്റ്റൻസ് കിട്ടും. ഇതെന്താ സംഭവം? സിഗ്മ എന്ന് പറഞ്ഞത് 1/ρ ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ആര്? കണ്ടക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ രണ്ടും ഇൻവേഴ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കണ്ടക്റ്റൻസ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ നിങ്ങൾ കണ്ടക്ടർ എടുത്തു നോക്കുക, കണ്ടക്ടറിന് റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും, അപ്പോൾ Gന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ശരിയല്ലേ? അതേപോലെ തന്നെ കണ്ടക്ടേഴ്സിന് റോന്റെ വാല്യൂ മിനിമം ആയിരിക്കും, അപ്പോൾ അയാളെ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. പക്ഷേ ഇൻസുലേറ്റേഴ്സ് നേരെ തിരിച്ച് സംഭവിക്കും. ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റൻസ് കൂടുമ്പോൾ അയാളെ കണ്ടക്റ്റൻസ് കുറയും, റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കുറയും. ക്ലിയർ? അപ്പോൾ അയാളെ SI യൂണിറ്റ് എളുപ്പമാണ്. SI യൂണിറ്റ് എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസിന് റെസിപ്രോക്കലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓം ഇൻവേഴ്സ് എടുത്താൽ മതി. ശരിയല്ലേ? SI യൂണിറ്റ് കാരണം റെസിപ്രോക്കൽ ഓം ഇൻവേഴ്സ്. അല്ലെങ്കിൽ ഇയാളെ MHO എന്ന് എഴുതാറുണ്ട്, മോ. കാരണം ഈ ഓം തിരിച്ചെഴുതാം. കാരണം ഓം ഇൻവേഴ്സ് ആദ്യം M എഴുതാം, H എഴുതാം, O എഴുതാം, തിരിച്ചെഴുതാം. അപ്പോൾ MHO. അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ഉപയോഗിക്കാനുണ്ട്, സീമൻ. ഒരു സയൻറ്റിസ്റ്റിന്റെ പേരാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ Gന്റെ യൂണിറ്റ് ആണ്, കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം ഇൻവേഴ്സ്, MHO അല്ലെങ്കിൽ സീമൻ ഉപയോഗിക്കാം. ഇവിടെ അതേപോലെ ഇയാളെ SI യൂണിറ്റ് നിന്ന് തിരിച്ച് ഓം മീറ്റർ അല്ലേ? അപ്പം എന്ത് ചെയ്താൽ മതി? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലേ? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ MHO. പിന്നെ നമുക്ക് മീറ്റർ ഇൻവേഴ്സിനെ തിരിച്ചിടാൻ പറ്റില്ല, അതുകൊണ്ട് മീറ്റർ ഇൻവേഴ്സ് തന്നെ. MHO മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ്. ക്ലിയർ? ഇനി ഇവർക്ക് രണ്ടാക്കും ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് കൺഫ്യൂഷനാണ്. കാരണം ഡയമെൻഷൻ പറഞ്ഞാൽ നിങ്ങൾ റെസിസ്റ്റൻസ് തെറ്റിപ്പോകും. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ, റെസിസ്റ്റൻസിന് ഡയമെൻഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു അല്ലേ? ആ ഡയമെൻഷൻ നേരെ തിരിച്ചിട്ടാൽ മതി. റെസിസ്റ്റൻസ് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അവിടെ പ്ലസ് വരുന്നൊക്കെ മൈനസ് ആക്കുക, മൈനസ് വരുന്നൊക്കെ പ്ലസ് ആക്കുക. അവിടെ M റേസ്റ്റും A റേസ്റ്റും ഒക്കെ വരുന്നില്ലേ? അപ്പോൾ അവിടെ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ പ്ലസ് വരുന്നൊക്കെ മൈനസ് ആക്കുക, മൈനസ് വരുന്നൊക്കെ പ്ലസ് ആക്കിയാൽ Gന്റെ ഡയമെൻഷൻ കിട്ടി. അതേപോലെ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു, ഓം മീറ്റർ അല്ലെ? റെസിസ്റ്റൻസിന് ഇൻറ്റു L. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റോ കിട്ടി. റോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അല്ലേ? എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് എടുത്താൽ മതി. പ്ലസ് വരുന്നത് മൈനസ് ആക്കുക, മൈനസ് വരുന്നത് പ്ലസ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടക്ടിവിറ്റീൻ്റെ എന്തും കിട്ടി? ഡയമെൻഷനും കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ കണ്ടക്റ്റൻസും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റിയും. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. നമ്മൾ ഓംസ് ലോക്ക് ഒരു പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഓംസ് ലോ നമ്മൾ എന്താണ് ലോ പ്രകാരം V = IR ആണ്. ഇനി നമ്മളത് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ നമുക്കറിയാം വി ഈക്വൽ ടു എന്താണ് ഫോർമുല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചു. വി നോ ദാറ്റ് ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി പഠിച്ചില്ലേ? നമ്മൾ ഓൾറെഡി നേരത്തെ ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ റിലേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഐ ഈക്വൽ ടു എന്താണ്? എൻ ഇ എ വി ഡി അല്ലേ? ഇതിൽ ബി ഡിക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഇ ഇ ടോ ബൈ എം ആണ്. ഞാൻ ഡയറക്ഷൻ നോക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡേ നോക്കുന്നുള്ളൂ. ഈ ഫോമിൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ടോ ബൈ എം. അത് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്ത് വരും? ഐ ഈക്വൽ ടു, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ, വി ഡിക്ക് എന്ത് കൊടുക്കാം? ഇ ഇ ടോ ബൈ എം വരും. ക്ലിയർ? ഇ ഇ ടോ ബൈ എം വരും. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇയും ഇ സ്ക്വയർ വരും. പിന്നെ ഞാൻ ഇനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം ഇ ഈസ് ഓൾവേസ് ഈക്വൽ ടു വി ബൈ എൽ ആണ്. വി പൊട്ടൻഷ്യൽ ആട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. ആ സമയത്ത് നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ്. ഇ ഈക്വൽ എന്താണ്? വി ബൈ എൽ, വോൾട്ടേജ് ബൈ ലെങ്ത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ. ഇയും ഇ സ്ക്വയർ. എ ഇവിടെ ഉണ്ട്, ടൗ ഇവിടെ ഉണ്ട്. ക്ലിയർ? താഴെ എം ഇവിടെ വരുന്നുണ്ട്, എം വരുന്നുണ്ട്. ഇനി ഇക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? വി ബൈ എൽ കൊടുക്കാം. ക്യാപിറ്റൽ വി ബൈ എൽ, വോൾട്ടേജ് ബൈ ലെങ്ത്. ക്ലിയർ ആയോ? വോൾട്ടേജ് ബൈ ലെങ്ത്. അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഇനി എന്ത് എഴുതാം? ഈ വിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ ബൈ വി. ഐ ബൈ വി, വിനെ ഇങ്ങോട്ട് എടുത്ത് എന്ത് വരും? എൻ ഇ സ്ക്വയർ എ ടൗ അല്ലേ? എൻ ഇ സ്ക്വയർ എ ടൗ ഡിവൈഡിങ് ബൈ എന്ത് വരും? എം എൽ വരും. ശരിയല്ലേ? അപ്പോൾ ഐ ബൈ വി കിട്ടിയോണ്ട് കാര്യമില്ല, എനിക്ക് വി ബൈ ഐ കിട്ടണം. നല്ല ഓംസ് ലോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. വി ബൈ ഐ അല്ല 6. അപ്പോൾ വി ബൈ ഐ എന്ത് വരും? വി ബൈ ഐ ഈക്വൽ ടു എന്ത് വരും? എം ബൈ എൻ ഇ സ്ക്വയർ ടോ എൽ ബൈ എ കിട്ടും. ശരിയാണോ? ഞാൻ ജസ്റ്റ് തിരിച്ചിട്ടു. ജസ്റ്റ് ഇത്ര ചെയ്യുന്നുള്ള. ഐ എസ് എൻ ഇ എ വി ഡി. വി ഡിക്ക് വരം ഈ ഫോമിൽ ഇ ടോ ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന് വരം വോൾട്ടേജ് ബൈ ലെങ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഐ ബൈ വി കിട്ടി, വി ബൈ ഐ കിട്ടി അല്ലേ? ആ വി ബൈ ഐ ആരാണ് ഓംസ് ലോ പ്രകാരം? 6 അല്ലേ? വി ബൈ ഐ ഓംസ് ലോ പ്രകാരം ആരാണ്? 6 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 6 സീക്കൽ എന്ത് കിട്ടി? എം ബൈ എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു എൽ ബൈ എ വരില്ലേ? ക്ലിയർ? കാരണം ഓംസ് ലോ പ്രകാരം വി ബൈ ഐ 6 ആണ്. ഇതാണ് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ നമുക്ക് കിട്ടിയത്. ക്ലിയർ? ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ആറിനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആർ സീക്കൽ എന്താണ്? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ളൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ? നമ്മൾ ഓൾറെഡി റെസിസ്റ്റിവിറ്റി വെച്ചൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ഈക്വൽ റോ എൽ ബൈ എ. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ രണ്ടും നോക്ക്. കമ്പയർ 2 and 3, 2ഉം 3ഉം നോക്ക്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ക്ലിയർ? ഇവിടെ ലെങ്ത് ഉണ്ട്, ഇവിടെ ലെങ്ത് ഉണ്ട്, ഇവിടെ ഏരിയ ഉണ്ട്, ഏരിയ ഉണ്ട്. അപ്പോൾ ഈ റോക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ടേം ആരാ? ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ ആർ ആർ എൽ എൽ എ എ. അപ്പോൾ റോക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ടേം ആരാണ്? റോ ഈക്വൽ ടു ആര് വരും? എം ബൈ എൻ ഇ സ്ക്വയർ ടോ വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ ചെയ്തു, അതിന് റെസിസ്റ്റിവിറ്റിയും ചെയ്തു. റോ ഇസ് ഈക്വൽ എന്ത് കിട്ടി? എം ബൈ എൻ ഇ സ്ക്വയർ ടോ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. അപ്പോൾ ഇതിൽ നിന്ന് 1-2 ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരാഴ്ച എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഡെറൈവ് ചെയ്യാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റോ നമുക്ക് എന്ത് കിട്ടി? എം ബൈ എൻ ഇ സ്ക്വയർ ടോ കിട്ടില്ലേ? ഇതിൽ എം എന്താണ്? എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? അത് കോൺസ്റ്റന്റ് അല്ലേ? പിന്നെ ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പം എമ്മും ഇയും കോൺസ്റ്റന്റ് ആവൂലേ? കാരണം എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ, ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ പ്രപ്പോർഷണൽ ടു 1 ബൈ എൻ ടോ കിട്ടും. ശരിയല്ലേ? റോ പ്രപ്പോർഷണൽ ടു 1 ബൈ എൻ ടോ കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാഫാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ മായ്ക്കുകയാണ്. ഇതിൻ്റെ ഗ്രാഫാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടക്ടറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഏതിലാണ്? കണ്ടക്ടറിൽ.
ഈ കണ്ടക്ടറിൽ എന്നിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം കണ്ടക്ടറിൽ ഇപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺസ് അല്ല കറണ്ട് ഉണ്ടാവുക. ഇപ്പോൾ ഒരു 50 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും 50 തന്നെ. 100 ആണെങ്കിൽ എന്ത് ചെയ്താലും 100 തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കണ്ടക്ടറിൽ മാറിപ്പോയത് n കോൺസ്റ്റന്റ് അല്ലെ. നമ്പർ ഡെൻസിറ്റി എന്നാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം n കോൺസ്റ്റന്റ്. പിന്നെ റോ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? റോ പ്രപ്പോർഷണൽ ടു 1/τ. ക്ലിയർ അല്ലേ? ശരിക്കും 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, എന്നിനെയും ടോനെയും. എമ്മും ഇയും എപ്പോഴും കോൺസ്റ്റന്റ്. പക്ഷെ കണ്ടക്ടറിൽ എന്നിന്റെ വാല്യൂ ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് റോ പ്രപ്പോർഷൻ എന്ത് കിട്ടി? 1/τ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഞാൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ റിലാക്സേഷൻ ടൈമിന് എന്ത് സംഭവിക്കും? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ലേ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ കൊളിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുമോ സ്ലോ ആയിട്ട് നടക്കുമോ? ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇലക്ട്രോൺ കൂടുതൽ എനർജി കിട്ടി. അപ്പോൾ ഒരു കൊളിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. കൊളിഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നാൽ ടൈം എന്ത് ചെയ്യും? കൂടുമോ കുറയോ? ടൈം കുറയും. കാരണം കൊളിഷൻ വളരെ സ്പീഡിൽ നടന്നപ്പോൾ ടൈം വളരെ കുറവ് മതി. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയും. കാരണം കൊളിഷൻ വിൽ ടേക്സ് പ്ലേസ് വെരി ഫാസ്റ്റ്ലി അല്ലേ. അപ്പോൾ ടൗ കുറഞ്ഞാൽ റോക്ക് എന്ത് സംഭവിക്കും? റോ കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റെസിസ്റ്റിവിറ്റി കൂടിയാൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസും കൂടും. ക്ലിയർ? അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. ഒരു കണ്ടക്ടറിന്റെ കേസിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും, റെസിസ്റ്റിവിറ്റിയും കൂടും. ഇതാണ് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് പറഞ്ഞത്. RT = R0 × 1 + α t അല്ലേ. അതിപ്പോഴാണത് കറക്റ്റ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ പഠിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ സാധാരണ ആൽഫയുടെ വാല്യൂ എന്താ വരിക? ആൽഫയുടെ വാല്യൂ സാധാരണ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. ആർക്ക്? കണ്ടക്ടറിന്. ക്ലിയർ? ഇനി അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ സാധാരണ ഞാൻ ഇവിടെ റെസിസ്റ്റിവിറ്റി എടുത്തു, ഇവിടെ ഞാൻ ടെമ്പറേച്ചർ എടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ റെസിസ്റ്റിവിറ്റി എടുത്തു, ഇവിടെ ഞാൻ ടെമ്പറേച്ചർ എടുത്തു. ഇത് ശരിക്കും കോപ്പറിനാണ് വരയ്ക്കുന്നത്, ഇത് ഞാൻ നിക്രോമിനാണ്. നിക്രോം എന്ന് പറഞ്ഞാൽ ഒരു അലോയിയാണ് അല്ലേ. കോപ്പർ ഒരു മെറ്റലാണ് അല്ലേ. അപ്പോൾ കോപ്പറിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക കോപ്പറിന്. പക്ഷെ നിങ്ങൾ നിക്രോമിന് നിങ്ങൾക്ക് ഇങ്ങനെയും കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഗ്രാഫ് ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്ന കോപ്പർ, ഒന്ന് നിക്രോം. അത് രണ്ടും എന്താണ്? ടെമ്പറേച്ചർ ഞാൻ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടും. കോപ്പറിൽ ഒരേപോലെയല്ല കൂടുന്നത്. അവർ ലീനിയർ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെന്തേ റിലേഷൻ വേണ്ടുള്ളൂ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടുന്നേ വേണ്ടുള്ളൂ. കോപ്പറിൽ കൂടുന്നുണ്ട്, നോൺ ലീനിയർ ആയിട്ടേന്നുള്ളൂ അല്ല, ഒരേപോലെ കൂടുന്നില്ല എന്നുള്ളൂ. അതാണ് കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ്. നേരെ മറിച്ച് നിക്രോമിന്റെ വരച്ചു കഴിഞ്ഞാൽ, നിക്രോം ഒരു അലോയിയാണ്, അതിന്റെ വരച്ചു കഴിഞ്ഞാൽ റോയും ടെമ്പറേച്ചർ നമ്മളെ ഗ്രാഫ് വെച്ചാൽ ലീനിയർ. അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നുണ്ട്, ഒരേപോലെ കൂടുന്നുണ്ട്. ആരുടെ കേസിൽ? നിക്രോമിന്റെ കേസിൽ. ക്ലിയർ? അപ്പോൾ ഇതാണ് കണ്ടക്ടർ. ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത് സെമി കണ്ടക്ടറാണ്. അപ്പോൾ നമുക്ക് 2 ഗ്രാഫുകൾ പഠിക്കാണ്ട്, ഒന്ന് കണ്ടക്ടറിനെ നമ്മൾ പഠിച്ചു, ഇനി അടുത്ത എന്താണ്? സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ ആകുമ്പോഴുള്ള ഫോർമുല തന്നെയാണ് റോ പ്രപ്പോർഷണൽ ടു 1/n⁻. 1/n⁻. ഞാൻ ആദ്യം സെമി കണ്ടക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടറുടെ പ്രത്യേകത എന്താണ്? സാധാരണ ടെമ്പറേച്ചറിലൊക്കെ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മാത്രമാണ് ഇയാൾ എന്തായി മാറുക? കണ്ടക്ടറായി മാറുക. അത് മാറാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ചില കൊവാലൻ ബോണ്ട് ഉണ്ട് ഈ സെമി, അത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ടാണ് നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് കിട്ടുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടർ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? മീൻസ് ഇവിടെ n കോൺസ്റ്റന്റ് അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കണ്ടക്ടറിൽ n കോൺസ്റ്റന്റ് ആണ്. എത്ര ടെമ്പറേച്ചർ മാറ്റിയാലും ഫ്രീ ഇലക്ട്രോൺസ് മാറൂല. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ചില ബോണ്ടുകളൊക്കെ ബ്രേക്ക് ആവും. അങ്ങനെയാണ് n കൂടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ കൂടും. എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അതിൻ്റെ അകത്തുള്ള ഒരുപാട് ബോണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കൂടും. പക്ഷേ ടൗ കുറയുന്നേ ചെയ്യുള്ളൂ. കാരണം കൊളിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇലക്ട്രോൺസ് കൂടുതലുണ്ടാവും, കൊളിഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിലാക്സേഷൻ ടൈം കുറയും. അപ്പം നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്താണ്? ഇപ്പം എന്നിന്റെ വാല്യൂ കൂടി, ദാറ്റ് മീൻസ് n 2 ടൈംസ് ആയി ആയിരിക്കാം അല്ലേ, n 2n ആയി ആയിരിക്കാം. അപ്പം ടോ എന്താവും? കുറഞ്ഞിട്ട് 2 ആയിട്ടുണ്ടാവും. അപ്പം 2 ക്യാൻസൽ ആയിട്ട് സെയിം ആണെന്ന് വിചാരിക്കും അല്ലേ. കാരണം n കൂടി മറ്റാൾ കുറഞ്ഞു. അപ്പോൾ n 2 ടൈംസ് കൂടിയാൽ ടോ 2 ടൈംസ് കുറഞ്ഞു. അപ്പോൾ 2 ക്യാൻസൽ ആയി, സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ n
ഡോമിനേറ്റ് ദാൻ ഡിക്രീസ് ഇൻ ടോ. അപ്പോൾ എന്നും ഇൻക്രീസും ചെയ്യുന്നുണ്ട്, ടോ എന്തും ചെയ്യുന്നുണ്ട്, ഡിക്രീസും ചെയ്യുന്നു. പക്ഷെ ഒരേപോലെയല്ല, എന്ന് കൂടുന്ന അതേപോലെയല്ല ടോ ഡിക്രീസ്. എപ്പോഴും ആരാണ് കൂടുതൽ? ഡോമിനേറ്റ് ചെയ്യൽ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഇൻ എൻ, ദാറ്റ് മീൻസ് ഇത് 2 ടൈംസ് ആണെങ്കിൽ ഇത് 2 ടൈംസ് അല്ല, അല്ലേ? അത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് 2 ടൈംസ് ആണെങ്കിൽ ഇത് 2 ടൈംസ് എന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് 5 ടൈംസ് ആണെങ്കിൽ ഇത് 2 ടൈംസ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻക്രീസ് ഇൻ എൻ ഡോമിനേറ്റ് ചെയ്യും ആരെക്കാട്ടിയും? ടോ കുറയുന്നതിനെക്കാട്ടും. അപ്പോൾ എഫക്റ്റീവിൽ ആരാണ് വരിക? റോ പ്രപ്പോർഷണൽ ടു എന്താ ഉണ്ടാവുക? ആര് എഫക്റ്റ് ആണ് വരിക? എന്നിൻ്റെ എഫക്റ്റ് അല്ല വരിക. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ എൻ ആണ് ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ എഫക്റ്റീവ്ലി ആരാണ് വരിക? എൻ ആണ് എഫക്റ്റീവായിട്ട് വരിക. ഇൻക്രീസ് ഇൻ എൻ ആണ് എഫക്റ്റീവായിട്ട് വരിക. നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ കൂടും. ഇൻക്രീസ് ഇൻ എൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഡിക്രീസ് ഇൻ ടോനെക്കാട്ടും കൂടുതലായാലാണ്. അപ്പോൾ എൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റോ കുറയും. റോ കുറഞ്ഞാൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. ക്ലിയർ? അപ്പോൾ നേരെ തിരിച്ചാണ് ആൻസർ, അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു, റെസിസ്റ്റൻസ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഒരു കണ്ടക്ടറായി മാറുന്നത്, അല്ലേ? അപ്പോൾ മാറിപ്പോയത് കണ്ടക്ടറുടെ കേസിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ അയാൾ റെസിസ്റ്റൻസ് കൂടും, അയാൾ നല്ല കണ്ടക്ടറായി മാറൂല. പക്ഷേ സെമി കണ്ടക്ടർ എന്ത് ചെയ്യും? നിങ്ങൾ സാധാരണ ടെമ്പറേച്ചർ ആയാലും ഇൻസുലേറ്ററാണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ അയാൾ റെസിസ്റ്റിവിറ്റി കുറയും, റെസിസ്റ്റൻസ് കുറയും. ഇതൊക്കെ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടൻസും ഒക്കെ കൂടുകയും ചെയ്യും, ശരിയല്ലേ? അപ്പം നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരച്ചാൽ സെമി കണ്ടക്ടറിൻ്റെ റോയും ടെമ്പറേച്ചറും നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഇൻവേഴ്സ്ലിയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റിവിറ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ സെമി കണ്ടക്ടർ ജെർമേനി ആയാലും ശരി, സിലിക്കൺ ആയാലും ശരി, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. ക്ലിയർ? പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാൾ ആൽഫ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, കാരണം ടെമ്പറേച്ചർ കൂടിയപ്പോൾ റോ കുറഞ്ഞു, റിവേഴ്സ് ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആണ് സെമി കണ്ടക്ടറിന് കിട്ടുക. പക്ഷേ ഇവിടെ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, കാരണം ടെമ്പറേച്ചർ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി. ക്ലിയർ? അപ്പോൾ ഈ 2 ഗ്രാഫുകൾ അറിഞ്ഞിരിക്കണം, ഈ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പം ഇനി ഇവിടെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്, അതും കൂടി ഞാൻ പറയാം. ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട് ഇവിടെ. സൂപ്പർ കണ്ടക്ടർ, ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ഒരു ടേമാണ് സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ എന്താ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അത് നന്നായിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന അർത്ഥം. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് മാക്സിമം കടത്തി വിടണം. അപ്പോഴല്ലേ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച റിലേഷൻ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കണ്ടക്ടറുടെ കേസ് നോക്കാം. കണ്ടക്ടറിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലോ? കണ്ടക്ടറിലാണ് ഞാൻ പറയുന്നത്. കണ്ടക്ടറിൽ നമ്മൾ പഠിച്ചു, ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടി. റെസിസ്റ്റൻസ് കൂടിയാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ കറണ്ട് കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാലോ? ടെമ്പറേച്ചർ കുറച്ചാൽ റെസിസ്റ്റൻസ് കുറയണം. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ത് ചെയ്യണം? കൂടണം, ശരിയല്ലേ? അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 0. അപ്പോൾ കറണ്ട് ആരാവും? മാക്സിമം അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും, ശരിയല്ലേ? ഈ പ്രോസസ്സിനെ നമ്മൾ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാം. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കുറച്ചപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു, അപ്പോൾ കറണ്ട് കൂടി. ഒരു കുറച്ച് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ റെസിസ്റ്റൻസ് അങ്ങോട്ട് 0 ആയി. കാരണം കുറഞ്ഞ് റെസിസ്റ്റൻസ് 0 ആയാൽ അയാളെ കണ്ടക്ടിവിറ്റി എന്തായി? മാക്സിമായി. അപ്പോഴാണെങ്കിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാം. ആ ഫിനോമിനെ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സൂപ്പർ കണ്ടക്ടിവിറ്റി, അതിന് നമ്മൾ സാധനം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ഇതിന് നമ്മൾ എന്താ പറയുക? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ റെസിസ്റ്റൻസ് വാനിഷ് ചെയ്യാൻ, റെസിസ്റ്റൻസ് ഇല്ലാണ്ടാവാൻ ആവശ്യമായ ലോ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 0, കണ്ടക്ടിവിറ്റി മാക്സിമം. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇവർ മെർക്കുറിക്കാണ് ഇത് ചെയ്തത്. മെർക്കുറി 4.2 കെൽവിൻ ആയപ്പോൾ സൂപ്പർ കണ്ടക്ടറായി. 4.2 കെൽവിൻ എന്ന് പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ കാരണം 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പോൾ 4.2 കെൽവിൻ എത്തിയപ്പോൾ, മെർക്കുറി ഒരു മെറ്റലാണ് അല്ലേ? ലിക്വിഡ് ഫോമിലുള്ള മെറ്റലാണ്. ആ മെർക്കുറി 4.2 കെൽവിൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയപ്പോൾ അയാൾ ഒരു സൂപ്പർ കണ്ടക്ടറായി മാറി. ദാറ്റ് മീൻസ് 4.2 കെൽവിൻ അയാളുടെ റെസിസ്റ്റൻസ് ആരായി? 0 ആയി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ റോ, ഇവിടെ ടെമ്പറേച്ചർ എടുത്തു. ഏകദേശം ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഗ്രാഫ് കിട്ടിയത്.
ആദ്യം അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ട് അല്ലേ, കാരണം അത് കണ്ടക്ടറിന്റെ വാല്യൂ നമ്മൾ നേരത്തെ വരച്ചില്ല, കോപ്പറിനൊക്കെ വരച്ചില്ല, ഇതേപോലെ കിട്ടിയത്. പക്ഷേ ഈ ടെമ്പറേച്ചർ ഇതിനെ നമ്മൾ TC എന്ന് പറയാം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതായിരുന്നു 4.2 കെൽവിൻ മെർക്കുറിക്ക്. അപ്പോൾ റെസിസ്റ്റൻസ് ആരായി? റെസിസ്റ്റിവിറ്റിന്റെ വാല്യൂ ഒക്കെ, റെസിസ്റ്റിവിറ്റി ഇവിടെ 0, റെസിസ്റ്റിവിറ്റി 0 ആയാൽ റെസിസ്റ്റൻസും 0 ആയി. ക്ലിയർ? അപ്പോൾ ആ സമയത്ത് ഈ മെർക്കുറി ആരായിട്ട് ആക്ട് ചെയ്തു? ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഈ ഫിനോമിനെ നമ്മൾ എന്താ പറയുക? സൂപ്പർ കണ്ടക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം, ഓംസ് ലോ പ്രകാരമാണ് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷനൊക്കെ മാറ്റിയപ്പോൾ ആര് മാറി? റെസിസ്റ്റൻസ് മാറി. ടെമ്പറേച്ചർ മാറ്റിയപ്പോഴും റെസിസ്റ്റൻസ് മാറി. അപ്പം നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് റെസിസ്റ്റിവിറ്റി. ഇപ്പം റെസിസ്റ്റിവിറ്റിയും കോൺസ്റ്റന്റ് അല്ല, ആണോ? കാരണം R=ρL/A പ്രകാരമാണ് റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ്. പിന്നെ ടെമ്പറേച്ചർ വീണ്ടും മാറ്റി, ടെമ്പറേച്ചർ മാറ്റിയപ്പോൾ റെസിസ്റ്റിവിറ്റി വീണ്ടും മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിരിക്കും.